അമ്മയ്ക്ക് ഒരു വലിയ കൂണ് കിട്ടി പറമ്പിൽ നിന്ന്. അത് ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത്. അമ്മയ്ക്ക് ഉണ്ടായിട്ട് ഇത്രയും വലിയ കൂണ് കണ്ടിട്ടില്ല. ഇത് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ പാകത്തിനുള്ള കൂണാണിത്. ഇത് ക്ലീൻ ചെയ്ത് ഇത് പൊരിക്കാൻ നോക്കുകയാണ്. ഇത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇത് ദൈവാനുഗ്രഹം എന്നാണ് പറയുക. ഇത് മോളെ പിന്നെ വീഡിയോയിൽ കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് അമ്മ ഇങ്ങനെ വരുന്നത്. ഇത് ക്ലീൻ ചെയ്യണത് കാണിച്ചില്ലേ. ഇനി ഇതിൻ്റെ കാല് കുറേശ്ശെ മുറിച്ചെടുക്കണം. ഒരു പ്ലേറ്റ് നിറച്ചുണ്ട് കണ്ടോ. ഇത് പൊരിക്കാനാണ്. അപ്പോൾ വട്ടം മുറിച്ചെടുത്തു. ഇനി അത് ലാസ്റ്റ് നമുക്ക് കീറാം. മൂന്ന് പീസായി. 4ാമത്തെ പീസ്, 5ാമത്തെ പീസ്, 6 പീസ്. ഇനി കാല് കീറട്ടെ. നല്ല കൂണ്, വെള്ളാരം കൂണെന്ന് പറയും, പറമ്പം കൂണെന്നും പറയും. ഇതിൽ ഒരു ബ്ലാക്ക് ഡോട്ടാണെങ്കിൽ പറമ്പം കൂണെന്ന് പറയും. ഇത് ഫുള്ള് വൈറ്റാണ്. ഇത് നന്നാക്കി പീസ് തിരിച്ച്, ഇത് കൊടാന്ന് പറയും. ഇതിന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. എന്നിട്ടിത് കഴിക്കണം. ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ തേങ്ങാപ്പാലൊഴിച്ച് പൊരിച്ചെടുക്കണം. അത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി ചേർക്കണം. പിന്നെ അതിൽ ചേർക്കേണ്ടത് പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി അമ്മ തൊപ്പി എടുക്കട്ടെ. തൊപ്പി അടർത്തിയെടുക്കണം. മുറിക്കണം. കത്തിയുണ്ട്, ഇത്രയ്ക്കും വലുതാണ്, കയ്യിൽ ഒതുങ്ങുന്നില്ല. കണ്ടോ, ഒരു വിരലത് ഇത്ര നീളമുണ്ട്. അതിൻ്റെ കുടേൻ്റെ ഒരു വശത്തിന് കണ്ടോ, എൻ്റെ കൈ ഉണ്ടോ, ഇത്ര അന്ധവിരലിൻ്റെ ഇത്ര. ഇതൊരു പീസാണ്. ഒരു പീസ് ഒടിഞ്ഞു വരും. ഇത് ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും, ഇല്ലെങ്കിൽ 100-150 ഗ്രാം ഒരു കൂണ്. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടോ
ഇത്രയും ആ പ്ലേറ്റിൽ ഇറങ്ങാൻ റൗണ്ടുണ്ട്, അത്രയ്ക്ക് വലുതാണ്. പപ്പയാണ് ഈ കൂണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് പറിച്ചോണ്ട് തന്ന് ഞങ്ങൾ ഗീഗു, ജോളി, ഞാൻ, പപ്പ ഞങ്ങളെല്ലാവരുടെ വീഡിയോ എടുത്തു, ഫോട്ടോയും എടുത്തു. ഇതാണ് അതിൻ്റെ വിത്തിരിക്കണ പ്ലേസ് കേട്ടോ. ഇത് മോള് ഒരു നല്ല സ്ഥലത്ത് ഇടണം. ഇപ്പം കുറച്ച് ചപ്പൊക്കെ വെച്ചിട്ട് ആ വിത്ത് നമുക്ക് ഇട്ടാൽ ഈ വിത്ത് ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ട്. ആ വിത്ത് നമുക്ക് വരുന്ന വർഷം ഇതേ കൂണ് ഇങ്ങനെ കിട്ടും. ഇത്രയും വലിയ കൂണുണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വലിപ്പമുള്ള കൂണാണ്. എൻ്റെ പേര് മോളി. ഞാൻ പാർട്ടിയിലാണ്, പാർട്ടിയിലെ PC പൗലോസിൻ്റെ ഭാര്യ. എൻ്റെ മകള് സ്റ്റാനിയ പൗലോസിനോടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് പറയണത്. എനിക്ക് 3 മക്കളാണ്. വീഡിയോ എടുക്കുന്നത് എൻ്റെ മരുമോളാണ്. ഞാൻ ഇത്രയും വലിയ കൂണ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലേ, ഒന്ന് പിടിച്ചു നോക്ക്. ഇത് 200 ഗ്രാം ഉണ്ടെന്ന്, അതിൽ കൂടുതലുണ്ട്. തൂക്കി നോക്കാൻ ഇവിടെ ത്രാസൊന്നുമില്ല. ഇനി ഇതിനെ കുറച്ച് മഞ്ഞൾപ്പൊടി തിരുമ്മി കുത്തി വെക്കണം കുറച്ച് സമയം. ഇതിൽ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. വിഷത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ വിഷാംശം ഉണ്ടെങ്കിൽ കറുപ്പ് കളറായി മാറും. അപ്പോൾ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ സമയം വെക്കണം മഞ്ഞൾ തിരുമ്മി. ഇനി ഇതിൽ ചേരേണ്ട ചേരുവകളെല്ലാം ചേർത്ത് പൊരിക്കാൻ നേരം വീഡിയോ എടുക്കാം.